കുടുംബശ്രീ കുടുംബമേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഈ ദിവസവും നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലുള്ള എല്ലാ കുടുംബശ്രീ മെമ്പേഴ്സിനും സ്വാഗതം. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആലപ്പുഴയിലുള്ള കുടുംബശ്രീയിലെ ചേച്ചിമാർ വളരെ രസകരമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ പേര് പലവക. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് 4 പേരാണ്. അപ്പോൾ ആരാണ് ധൈര്യസമേതം നമ്മുടെ വേദിയിലേക്ക് എത്തുന്നത് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്? 4 പേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നല്ലൊരു കൈഡി ആവട്ടെ പ്ലീസ്. 4 പേര് കടന്നു വരൂ. എന്താണ് പേരെന്താണ്? രജിത. എന്താ ചെയ്യുന്നേ? ഞാൻ മലർവാടി NSCയിലാണ്, റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ. ഞങ്ങൾക്ക് ഒരു തയ്യൽ യൂണിറ്റ് ഉണ്ട്. പ്രധാനമായിട്ട് എന്താ നിങ്ങൾ തയ്ക്കുന്നത്? ഞങ്ങൾ നൈറ്റിയും ചുരിദാറും ഒക്കെ തയ്ക്കും. ചുരിദാറൊക്കെ തയ്ക്കും? ആ. ഒരു മാസം എത്ര ചുരിദാർ തയ്ക്കും? ഒരു 150. 150 ചുരിദാർ. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. എന്താണ് പേര്? എന്റെ പേര് റീനു. റീനു. ഏതാണ് സ്ഥലം? സ്ഥലം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ തന്നെ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനോ? റെയിൽവേ സ്റ്റേഷൻ വാർഡ്. റെയിൽവേ സ്റ്റേഷൻ വാർഡ്. ഓക്കെ. എന്തൊക്കെയാണ് നിങ്ങൾ മലർവാടിയിലാണോ? അല്ല, ഞാൻ പാലമൂട് എന്ന് പറയുന്ന NHCയിലാണ്. പാലമൂട്. ഓക്കെ. എന്താണ് നിങ്ങളുടെ അവിടുത്തെ പരിപാടികൾ പാലമൂടിലെ? ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്, ഞാനിപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് സംരംഭങ്ങളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. എന്നാലും എൻ്റെ ഗ്രൂപ്പിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എന്തൊക്കെ പലഹാരമാണ്? ഉണ്ണിയപ്പം, അച്ചപ്പം എന്നൊക്കെ, അതുപോലുള്ള അവലൂസുണ്ട, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ട്രഡീഷണൽ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു കൈഡി. അപ്പോൾ അടുത്ത ആൾ പരിചയപ്പെടാം. എന്താ ഇങ്ങനെ ഒരു എനർജി ഇല്ലല്ലോ? നല്ല ഉഷാറായി ഒന്ന്. എന്റെ പേര് ഡേസി. വിഭജിക എന്നാണ് ഞങ്ങളുടെ യൂണിറ്റിന്റെ പേര്. വിഭജിക. ഓക്കെ. ബാഗ് മേക്കിംഗ് യൂണിറ്റ് ആണ്. എങ്ങനത്തെ ബാഗാണ്? കോറ തുണി കൊണ്ട് ക്യാരി ബാഗ്. ഓക്കെ. മറ്റുള്ള ബാഗൊക്കെ ഉണ്ടാക്കും. അത് ആലപ്പുഴയിൽ തന്നെയാണോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെയാണ്. ഓക്കെ. എന്തായാലും നമുക്ക് അടുത്ത ആൾ പരിചയപ്പെടാം. ഞാൻ സബീറ. ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ വാർഡിൽ ഐശ്വര്യ ഗ്രൂപ്പിലെ NHCയിലെ അംഗമാണ് ഞാൻ. തവക്കൽ കഫേ കുടുംബശ്രീ എന്നും പറഞ്ഞൊരു സംരംഭം നടത്തുന്നുണ്ട്. ഫുഡാണ് മെയിൻ പരിപാടി അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം? തലശ്ശേരി ദം ബിരിയാണി. ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും ഒരു 10-25 ദം ബിരിയാണി കൊണ്ടുവരാമല്ലോ. അപ്പൊ എന്തായാലും മലർവാടിക്കും എല്ലാവിധ ആശംസകളും. അതുമാതിരി തന്നെ ഈ മത്സരത്തിലേക്ക് നിങ്ങൾക്ക് 4 പേർക്കും ആശംസകൾ നേരുന്നു. ഈ മത്സരത്തിന്റെ പേരെന്താണ് അറിയോ? പേര് പലവക. അപ്പൊ പലവകയിലേക്ക് നിങ്ങൾക്ക് 4 പേർക്കും സ്വാഗതം. ഓക്കെ. 4 പേരാണ് നിങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പേരുള്ള ടീമായിട്ട് തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ 2 പേരും ഒരു ടീം, നിങ്ങൾ 2 പേരും ഒരു ടീം. ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 21 ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് കാണാം 21 ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അപ്പോൾ ആദ്യം പങ്കെടുക്കാൻ വരുന്ന ഒരു ടീമിൽ നിന്ന് ഒരാളും ഈ ടീമിൽ നിന്ന് ഒരാളുമാണ് പങ്കെടുക്കാൻ വരുന്നത്. ആദ്യം ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗോപുരം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇത് അടക്കി വെച്ചിട്ട് താഴെ മറിഞ്ഞു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ വീണ്ടും എടുത്തു വെക്കേണ്ടി വരും. കാറ്റത്ത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗോപുരം ഉണ്ടാക്കുക. മനോഹരമായിട്ടുള്ള ഗോപുരം ഉണ്ടാക്കിയതിന് ശേഷം മുൻഭാഗത്തേക്ക് വരിക. ഇവിടെ 2 ടേബിളിലായിട്ട് 2 ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്പിൽ 2 വശത്തുമായിട്ട് ടീ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തലയിലേക്ക് വെക്കുക. അപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ക്യാപ്പ് തലയിൽ വെക്കുന്നു. അപ്പോൾ ക്യാപ്പിൻ്റെ മുൻഭാഗത്തുള്ള ടീ ബാഗ് ഇതിൻ്റെ മുകളിലേക്ക് വരണം. ഒന്ന് കാണിച്ചു കൊടുക്കൂ. അത് ഈ 2 ടീ ബാഗ് മുകളിലേക്ക് വരുവാ വേണ്ടത്. ഒന്ന് കാണിച്ചു. ഞാൻ ചെയ്ത വല്ല അബദ്ധാവും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ടീ ബാഗ് തല കൊണ്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് 2 ടീ ബാഗ് മുകൾ ഭാഗത്തേക്ക് വരുത്തുക. അതിനുശേഷം ഈ ക്യാപ്പ് ഊരി ഇവിടെ വെക്കുക. വീണ്ടും നിങ്ങൾ ഇവിടെ വരിക. കൈ പുറകിൽ കെട്ടുക. നല്ല രുചികരമായിട്ടുള്ള തണ്ണിമത്തൻ മുഴുവൻ കഴിച്ചു തീർക്കുക. എന്തോ ബത്തക്കാന്നും പറയുന്നു. അപ്പോൾ ബത്തക്കാന്ന് തൽക്കാലം പറയണ്ട, തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് മുഴുവൻ കഴിക്കുക. ഇത് മുഴുവൻ ആദ്യം കഴിച്ചു തീർക്കുന്നതോ അവർക്ക് ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടും. അവർ കൈഡി വരട്ടെ. മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരത്തിൽ ആദ്യ ടീമിൽ നിന്ന് 2 പേര് എത്തിയിട്ടുണ്ട്, ഡെയ്സി ആൻഡ് റീനു. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. നല്ല അടിപൊളി കൈഡി വരട്ടെ കേട്ടോ. കൈഡിക്ക് ഒരു ശക്തി, നല്ല കൈഡി.
ഡെയ്സി ചേച്ചി ഇതാ ഗോപുരം കെട്ടിപ്പണിത് മേലോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ആള് ബേസ്മെന്റ് പ്ലാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് വന്ന് പറന്നു വീണ് കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ ഒന്നുകൂടി എടുത്തു വെച്ചാൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. പോയി ഒന്ന് എടുത്തോളൂ ഓടിച്ചു. വേഗം എടുത്തോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല കാറ്റുണ്ട്. ബീച്ചിന്റെ സൈഡിലായതുകൊണ്ട് നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ടാവും. ഇത് മുഴുവിച്ച് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് എങ്കിലും താഴെ വീഴാതെ നിർത്തിയാൽ ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. മിനിമം ഒരു 10 സെക്കൻഡ് എങ്കിലും. ഇതിന് ഗോപുരം എന്നാണ് പറയുന്നത്. നന്നായി. ഓക്കെ, 10 സെക്കൻഡ് കഴിഞ്ഞു. ചെല്ലു അടുത്ത സ്റ്റേജിലേക്ക് പോട്ടെ. ഓടിച്ചെല്ലാം ഓടിക്കോളൂ. രണ്ടുപേരും ഒരുമിച്ചൊന്നുമില്ല. കൈയടി വരട്ടെ, നല്ല ശക്തിയായ കൈയടി. രണ്ടുപേരും നന്നായിട്ട് ഗ്യാപ്പ് വെക്കൂ. ഇതിന്റെ മുകളിലുള്ള ടീ ബാഗ് കൃത്യമായിട്ട് മുകളിലേക്ക് വരട്ടെ. ഒരെണ്ണം വീണു. എന്താ ഉദ്ദേശിക്കുന്നത്? അയ്യോ പോയി. ഓക്കേ, ഒന്ന് വന്നു. ദേ പോയി, വന്നത് പോയിട്ടോ. ദേ വന്നു, ദേ പോയി. ഉഷാറായിട്ട്. അങ്ങനെ തന്നെ. ഡേയ്സി ചേച്ചി വന്നു. ദേ പോയി. വീണ്ടും പോയി. അതവിടെ വെരി ഗുഡ്. റീനു ചേച്ചി ആദ്യമായിട്ട് കൃത്യമായിട്ട് ടീ ബാഗ് മുകളിൽ ക്യാപ്പിന്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി ഇത് ഊരി വെച്ചിട്ട് കൈ പുറകിൽ കിട്ടുക. എന്നിട്ട് ക്യാപ്പൂരി കളഞ്ഞിട്ടത് ചേച്ചിയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് രാവിലെ എന്തെങ്കിലും കഴിച്ചോ? എന്ത് അപ്പം കഴിച്ച്. അപ്പൊ ഒരു നല്ല ചൂടുള്ള സമയമാണ്. രണ്ടും കഴിക്കണം. തൊണ്ട് കഴിക്കണ്ട കേട്ടോ, വയറുവേന എടുക്കും. അപ്പൊ തണ്ണിമത്തം കഴിക്കാൻ തുടങ്ങിയോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തലറങ്ങരുതട്ടോ. അങ്ങോട്ട് പോട്ടെ. മറ്റൊരാളെ ആസ്വദിച്ച് വാട്ടർമെലൻ കഴിക്കുകയാണ്. അടിപൊളി കൈയടി. വന്നോ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടി പോരട്ടെ. റീനു ജയിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെയ്സി ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ലേ? രണ്ടാമത്തെ വാട്ടർമെലൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം റീനു ചേച്ചി. ഇതൊന്നും ഓവയൊന്നും ഇല്ല തൊട്ടാലേ. നല്ല സ്പീഡിൽ കഴിച്ചോ? ഡയറ്റിങ്ങിലാണോ? അപ്പൊ എന്തായാലും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. മത്സരം 10 9 അത്രയെങ്കിലും വയറ്റിലാവട്ടെ. കഴിച്ചോളൂ 7 6
5 റീനു ഡെയ്സി 4 കൈയടി കൈയടി 3 2 1 0. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എന്തായാലും ആദ്യ റൗണ്ട് മത്സരത്തില് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റീനു ചേച്ചിയാണ്. റീനു ചേച്ചിക്ക് നല്ലൊരു കൈയടി. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തില് കാരണം ഈ തണ്ണിമത്തിന്റെ നോക്കൂ, ഇത് ഏകദേശം ഒരു 80% മുകളിൽ കുരു അടക്കം നിന്നിർത്തു. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുരു പോലും ഇവിടെ ഇല്ല. അപ്പൊ എന്തായാലും റീനു ചേച്ചിക്ക് നല്ലൊരു കൈയടി. രണ്ടാം റൗണ്ട് മത്സരം ആരംഭിക്കുകയാണ്. രണ്ടാം റൗണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സബീറ ആൻഡ് രജിത ഇവർ രണ്ടുപേരോട് എത്തിയിരിക്കുന്നത്. നല്ലൊരു കൈയടി വരട്ടെ. മത്സരം ആരംഭിക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. നല്ല ഭംഗിയുള്ള രൂപമായിരിക്കണം, ഭംഗിയുള്ള ഡിസൈൻ ആയിരിക്കണം. രജിത ആൻഡ് സബീറ, നിങ്ങൾ ഈ ടേബിൾ ഉണ്ടാക്കേണ്ടത് മിനിമം ഒരു 10 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഡിസൈൻ, ഭംഗിയുള്ള ഈ രൂപം 10 സെക്കൻഡ് എങ്കിലും മറിഞ്ഞു വീഴാതെ സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഈ ചെറുപ്പത്തിൽ പൂച്ചനെ കൊന്നുണ്ടോ? കൈ വറക്കണം. നമ്മൾ സെക്കൻഡ് ഗെയിമിലേക്ക് കടക്കുകയാണ്. രണ്ടാളൂടെ റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും കൃത്യമായിട്ട് ടീ ബാഗുകൾ തൊപ്പിയുടെ മുകളിലേക്ക് വരുക. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു ടീ ബാഗ് വന്നു. അതെ വന്നു. അയ്യോ, കൈയടി കൂടെ, ശക്തി കൂട്ട്, ശക്തി കൂട്ട്. യെസ്, വെരി ഗുഡ്. ഇനി കഴിച്ചോ, അത് ഊരി വെച്ചോ. സബീറ ചേച്ചി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പടപടാന്ന് കഴിച്ചോ. മുഴുവൻ കഴിച്ചോ. സുല്ലിടരുത്, സുല്ലിടരുത്, സുല്ലിടരുത്. കൈയടി പോരട്ടെ, കൈയടി പോരട്ടെ. വെരി ഗുഡ്. ഉരിക്കോ, കഴിച്ചോ, കഴിച്ചോ. വാട്ടർമെലൺ, വാട്ടർമെലൺ. രണ്ടുപേരും വളരെ വാശിയോടുകൂടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. സബിത ചേച്ചി, സബീറ, സബീറ ഏകദേശം ഒരു 80% കഴിച്ചു കഴിഞ്ഞു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ. പ്ലീസ് പ്ലീസ്. നല്ല അടിപൊളി കൈയിടട്ടെ. മത്സരം ഏകദേശം അവസാനത്തോട് അടുത്തിരിക്കുന്നു. ഇനി ഇതില് ആരാണ്, രജിതയാണോ സബീറയാണോ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യാവുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അറിയാൻ പോവാണ്. രണ്ടുപേർക്കും ആശംസകൾ കൊടുക്കുന്നു. നല്ലൊരു കൈയടി. ഇനിയിപ്പോ ഏകദേശം നിങ്ങൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം കഴിച്ചു. ഇനി ഏറ്റവും ഭംഗിയായിട്ട് തീർത്തവർക്കാണ് സമ്മാനം തരാൻ പോവാ. വേഗമായിട്ടെ. ഏകദേശം ഇനി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ കൂടെ എണ്ണൂലേ? 10 9 4 3 final 2 and 1 0. Game over. ഫൈനലിലേക്ക് സാബിറയാണോ അതേപോലെ തന്നെ രജിതയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അറിയാനായിട്ട് നമുക്ക് ചെയർപേഴ്സൺ രാജേശ്വരി ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജേശ്വരി ചേച്ചി കൃത്യമായിട്ട് ഈ വാട്ടർമെലൺ ആരാണ് ഭംഗിയായിട്ട് കഴിച്ചു തീർത്തിരിക്കുന്നത് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഫൈനലിലേക്ക് ആരെയാണ് സെലക്ട് ചെയ്യുന്നത് പറയാം. ഒരെണ്ണം നന്നായി,
ഇതായിട്ടുണ്ട്. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഒരെണ്ണം വളരെ വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ട്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ ഏതായാലും രാജേശ്വരി ചേച്ചി പറഞ്ഞിരിക്കുന്നത് തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി ബെറ്റർ രജിത കഴിച്ചു തീർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് രജിതയാണ്. രജിതക്ക് നല്ലൊരു കൈയടി. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിലെ ഫൈനൽ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റീനു ആൻഡ് രജിത രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റീനു ആൻഡ് രജിത, നമുക്കറിയാം രണ്ടുപേരും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി മത്സരിച്ച രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. രണ്ടുപേർക്കും നല്ലൊരു കൈ വരട്ടെ. ആദ്യത്തെ റൗണ്ട് മത്സരം ഇതാണ്. ഇതാ ഇവിടെ കുറേ നൂല് വെച്ചിട്ടുണ്ട്. ഈ നൂല് കയ്യിൽ പൊട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര. ഈ നൂല് കൊണ്ട് രജിത നിങ്ങളുടെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിൽ നിന്ന് ഒരു ബലൂൺ, ആദ്യം തന്നെ ഒരു റെഡ് കളറിലെ ബലൂൺ എടുക്കുക, അവിടെ നിന്ന് വാങ്ങാം. എന്നിട്ട് ഈ ടേബിളിൽ കെട്ടിയിടാം. നിങ്ങൾ പോയിട്ട് നീല നിറത്തിലുള്ള ബലൂൺ, അങ്ങനെ രണ്ടുപേരും ചുവപ്പും നീലയുമായിട്ട് രണ്ടുപേരും 10 ബലൂണുകൾ വീതം കളക്ട് ചെയ്ത് കെട്ടുക. 10 ബലൂണുകൾ ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടാം. അതിനുശേഷം നിങ്ങളുടെ ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന ഈ ചാക്കിലേക്ക് കയറുക. ചാക്കിൽ കയറിയതിന് ശേഷം ഫ്രണ്ടിലൊരു ലൈൻ കണ്ടോ നിങ്ങൾ? ആ ലൈൻ വരെ ചാടി എത്തുക. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരാം. ഇവിടെ വരുമ്പോൾ വീണ്ടും അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് 30 എണ്ണം ഉണ്ട്. നേരത്തെ 21 ആയിരുന്നു, ഇപ്പം 30 എണ്ണം ഉണ്ട്. ഈ 30 എണ്ണം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഈ 3 റൗണ്ടും കൃത്യമായിട്ട് ആരാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ഈ മത്സരത്തിലെ വിജയി. മത്സരം ആരംഭിക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കൈയടി വരട്ടെ, നല്ല കൈയടി വരട്ടെ. നല്ലൊരു കൈയടി. ഇതെന്താ ഒരു എനർജി ഇല്ലാത്ത ഫാസ്റ്റ് ആയിട്ട്. രണ്ട് ബലൂൺ ഒരുമിച്ച് കെട്ടിയിടാൻ പാടില്ല. ഡയറക്റ്റ് ടേബിളിലേക്കാണ് കെട്ടിയിടേണ്ടത്. ഒരു സമയത്ത് ഒരു ബലൂൺ. 3 ബലൂണായി. റീനു ചേച്ചിയുടെ ടേബിളിൽ 3 ബലൂണായി. രജിത 4 ബലൂണായി. റീനു ചേച്ചിയുടെ 4 ബലൂൺ. ഇവിടെ 3 ബലൂൺ ആയിട്ടുള്ളൂ. കയ്യടിയുടെ ഉഷാർ ഒന്ന് കൂട്ടിയേ. 1 2 3 4 5 6 6 ഇവിടെ എത്രയായി? 1 2 3 4 5 6. രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. 6. ഏഴ് 6 ഒപ്പത്തിനൊപ്പമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 7 6. അടുത്ത കാണിച്ചോ. 10 എവിടെ? 10. 1 2 3 4 5 6 7 8 9 10. കേറിക്കോ, ചാക്കി കേറിക്കോ. ആ ദേ ചാക്കിലോട്ടം തുടങ്ങുന്നു. ചാക്കിലോട്ടം ചാടിക്കോ. ഇതെന്താ ഇത്? എവിടെ? ചാക്കിന്റെ ഗെയിം തീർന്നിട്ടാ. ഓക്കെ, ഫാസ്റ്റ് ആയിക്കോ, ഫാസ്റ്റ് ആയിക്കോ. ചാക്കിൽ കയറിയോ? ബലൂൺ 10 ആയോ? 1 2 3 4 5 6 7 8 എണ്ണായിട്ടുള്ളൂ. 8 ആയുള്ളൂ. വേഗം കണ്ടിട്ട് പോണ്. പിടിക്കതിനാ. റീനു ചേച്ചി 30 ഡിസ്പോസിബിൾ ഗ്ലാസുകളാണ് തന്നിരിക്കുന്നത്. 30 എണ്ണം വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഇതിന്റെ ഭംഗി കൂടി അപേക്ഷിച്ചിരിക്കും ഇതിൽ ആരായിരിക്കും വിജയി എന്ന് തീരുമാനിക്കാനായിട്ട്. ചാക്കി കയറിയോ? ഓടിക്കോ, ചാക്കി കയറിയോ.
റെഡി 1 2 3 പോട്. ദേ പോയി വീഴല്ലേ ചാടിക്കോ. വീഴല്ലേ വീഴല്ലേ. ഇതൊരു 1.5 ചാട്ടായി പോയിട്ടാ. ആയ് ഇത് നമുക്ക് പപ്പു ചേട്ടൻ ഓർമ്മ വരുന്നില്ലേ? ദേ വെള്ളം. അതെ. അതേ ഒരു മോഡൽ ഇങ്ങനെ പോട്ടെ. അങ്ങനെ ഇവിടെ വെള്ളം. ഇവിടെ വെള്ളം. ഇവിടെ വെള്ളം. അയ്യോ. യെസ് യെസ്. ഇതിനെന്താ പറയണേ? കുത്തബ് മിനാർ ആണോ റെഡ് ഫോർട്ട് ആണോ അല്ല ഇന്ത്യ ഗേറ്റ് ആണോ? ഇത് ആലപ്പുഴയിലെ തട്ടുകട പോലെ ഉണ്ട്. രജിത മുന്നേറുന്നു. ഇതിവിടെ വെറുതെ നിരത്തി വെക്കാൻ പോരാ, നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ, നല്ല ഭംഗിയില്. എല്ലാം പോയി. വീണ്ടും പോയതൊന്നും നോക്കണ്ട, വീണ്ടും എടുക്കുക. കാറ്റുണ്ട്, അതുകൊണ്ട് മിനിമം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മിനിമം 10 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയ ഗോപുരം കൃത്യമായിട്ട് നിൽക്കാം. മിനിമം 10 സെക്കൻഡ് എങ്കിലും. എണ്ണം കൃത്യമായി ഗോപുരത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അത് നമ്മുടെ റൂളാണ്. ഒരെണ്ണം പോലും പാഴാക്കാൻ പാടില്ല. യെസ്, തീർച്ചയായും. റീനു കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ആള് മുട്ടും പിന്നിലല്ല. ഇതൊരു ഭംഗിയില്ലട്ടാ, ഉള്ള ഭംഗിയൊക്കെ മതി എന്നാ പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ മത്സരത്തിൽ ആദ്യമായിട്ട് ഈ ഗോപുരം ഏകദേശം ഒരു ഗോപുരത്തിന്റെ രൂപത്തിലാക്കിയത് റീനു ആണ്. റീനുവിന് നല്ലൊരു കൈയുടെ. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ട് മത്സരം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഈ 3 ഘട്ടങ്ങളും കൃത്യമായിട്ട് കടന്ന് മുൻപന്തിയിലെത്തി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റീനു ആണ്. റീനുവിന് നല്ലൊരു കൈയുടെ. അപ്പോൾ എന്തായാലും മത്സരം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനം നൽകാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു അതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ ADMC വർഗീസ് സാറിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയുടെ ആവട്ടെ പ്ലീസ്. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റർ വർഗീസ് സാർ ഇവിടുത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ? കുടുംബശ്രീയെ സംബന്ധിച്ച് പിന്നെ കുടുംബശ്രീ ഏറ്റെടുക്കാത്ത ഒരു വിഷയം ഈ ഭൂമിയുടെ കീഴിലുള്ള എല്ലാ സബ്ജക്റ്റും ഏറ്റെടുക്കും. അത് ഏറ്റെടുത്ത സബ്ജക്റ്റുകളെല്ലാം വിജയപ്രദമാക്കും. അതാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആലപ്പുഴയിലെ കുടുംബശ്രീ പ്രവർത്തകരുമൊത്തുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും മനോഹരമായിട്ട് മത്സരിച്ചു. 2ാം റൗണ്ടിലും മനോഹരമായിട്ട് മത്സരിച്ചു. വിജയിച്ച എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. എന്തായാലും മനോഹരമായിട്ട് ഇത്രയും നേരം ഈ ഒരു സ്പിരിറ്റോടുകൂടി നമ്മളോട്, ഈ പൊരുവെയിലത്താണെങ്കിൽ പോലും നമ്മളോട് കൂടി ഇത്രയും നേരം ആത്മാർത്ഥയോടുകൂടുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു നല്ല കൈഡി വരട്ടെ. അപ്പോൾ എന്തായാലും ഒരു നല്ല പാട്ടിട്ടാൽ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ചാലോ ഈ എപ്പിസോഡ്?